ദുനിയാവിനെ ആഖിറത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മരണത്തിൻ്റെ മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും, നമ്മുടെ ആത്മാവിനെ ഇവർ പിടിച്ചു കൊണ്ടുപോകും. ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വലൗ തറ ഇദിൽ ലാലിമൂൻ, അക്രമികൾ നിങ്ങൾക്ക് കാണാം, ഫി ഗമറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ മലക്കുകൾ വന്ന് റൂഹ് പിടിക്കുന്ന മരണസമയത്ത് നിനക്ക് അക്രമികളെ കാണാം. മലക്കുകൾ അവരുടെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ അവരോട് ആത്മാവ് പുറത്തിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടും. ജീവിതത്തിൽ ഇന്ന് വരെ മലക്കുകളെ കാണാത്ത അവരുടെ ആത്മാവ് പേടിച്ച് ഉള്ളിലേക്ക് വലിഞ്ഞു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മലക്കുകൾ അവരുടെ പുറത്തടിക്കുന്നു, മലക്കുകൾ അവരുടെ മുഖത്തടിക്കുന്നു, എന്നിട്ട് അവരോട് പുറത്തേക്കിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെയാണ് മനുഷ്യൻ വേദനയോടുകൂടി പറയുന്നത്, കല്ലാ ഇദാ ബലഗത്തിത് തറാഖി വഖീല മൻ റാഖ്. അവിടെ അന്വേഷിക്കും, മരണത്തിൻ്റെ മലക്ക് വന്ന് റൂഹിനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോകുമുണ്ടല്ലോ, മരിക്കുകയാണെന്ന് അങ്ങോട്ട് ബോധ്യപ്പെടുമുണ്ടല്ലോ, ഞാനിത് പോവുകയാണ്, ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് മനുഷ്യന്മാർ പറയാണ്, വഖീല മൻ റാഖ്, 4 വാർഡും നോക്കിയൊക്കെ എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തുന്ന ഒരു രക്ഷകനുണ്ടോ? എൻ്റെ വാചകം കേൾക്കാൻ, എൻ്റെ വാക്കുകൾ കേൾക്കാൻ, എനിക്കൊരു സഹായം തരാൻ. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നാൻ. വലന്ന അന്നഹുൽ ഫിറാഖ്, അവിടെ നമുക്ക് ബോധ്യപ്പെടും, ഇതെനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, ഇതെൻ്റെ മരണമാണ്, ഇനി എനിക്കൊരു തിരിച്ചു പോക്കില്ല. വൽതഫത്തിസാഖു ബിസാഖ്, കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് വേദനകൾ കടിച്ചമർത്തും. കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് അവൻ പറയും, ഫലാ സ്വദ്ദക വലാ സ്വല്ല, വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചില്ലല്ലോ, നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിച്ചില്ലല്ലോ. വലാകിൻ കദ്ദബ വതവല്ല, പടച്ചോനെ ഞാനതൊക്കെ കളവാക്കി തള്ളിക്കളഞ്ഞല്ലോ എന്ന് മരിക്കുന്ന നേരത്ത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയണത്? ആഖിറത്തിന് വേണ്ടിയുള്ള അമല് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെടും. ഈ ഒരു ദുരനുഭവം നമുക്ക് വരാതിരിക്കാൻ ഈ ദുനിയാവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഏത് സമയത്ത് ആ മരണം വരിക നമുക്ക് ആർക്കെങ്കിലും അറിയോ പ്രിയപ്പെട്ടവരെ? ഇപ്പം ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, മോക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനൊന്നുകൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ കഴിഞ്ഞ റമദാനിൽ എൻ്റെ പ്രസംഗത്തിൽ, കഴിഞ്ഞ റമദാനിൽ എൻ്റെ രണ്ടാമത്തെ പ്രസംഗമാണെന്ന് തോന്നുന്നു, അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. വാപ്പ ആകെ ഒരു മകളേ ഉള്ളൂ, മകള് കോഴിക്കോട് പഠിക്കുകയാണ്, തിരിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവളെ വിളിച്ചു പറഞ്ഞാണ്, മോളെ പിന്നെ വാപ്പ ഇവിടെ ഉണ്ടാവും, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഒരു പേടിയും പഠിക്കേണ്ട, മെല്ലെ സാവകാശം ഇറങ്ങി വന്നാൽ മതി. അവൾ ട്രെയിന് നിർത്തുന്ന സമയത്ത് എന്താ വെച്ചാൽ ഉറങ്ങിപ്പോയി. അപ്പോൾ ട്രെയിൻ അങ്ങോട്ട് എടുത്തതിന് ശേഷമാണ് അവൾ ഉണരുന്നത്. ഉണർന്ന ഉടനെ എന്ത് ചെയ്യും, ട്രെയിൻ മൂവ് ആയി. അപ്പം എന്താ വെച്ചാൽ ഇവൾ ചാടി ഇറങ്ങിയിട്ട് റെയിൽവേ ട്രാക്കിൻ്റെയും ട്രെയിനിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുടുങ്ങിപ്പോയി. ആ കുട്ടി ഒരു 3 സർജറിയോളം കഴിഞ്ഞു, ഇതുവരെ റിക്കവറായി വന്നിട്ടില്ല. ആ കുട്ടി കഴിഞ്ഞ ദിവസം പിന്നെ ബെഡിലിങ്ങനെ കിടക്കുക, വാപ്പ ഇങ്ങനെ എഴുന്നേൽപ്പിക്കും, ഇരുത്തും, ഈ ഒരു അവസ്ഥയാണ്. എൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ബെഡ് വന്ന് എന്തോ ചെയ്തതാണ്, താഴേക്ക് വീണ് കൈ എന്ത് ചെയ്തു, പൊട്ടി. അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ, പടച്ചോ നമുക്ക് ഇതൊക്കെ തന്നു, ഇതൊക്കെ എന്തിനാണ് നമുക്ക് തന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ മിംസ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിൻ്റെ 2 നെർവുകളാണെന്ന് എൻ്റെ ഓർമ്മ ബ്ലോക്കായത്. അതിൽ ഒരു നെർവിൻ്റെ ധർമ്മം എന്താ അറിയോ? നിലവിൽ വായിലേക്ക് വെച്ച ഭക്ഷണം അവിടുന്ന് തൊണ്ടയിൽ നിങ്ങളുടെ താഴത്തിറക്കുക എന്നുള്ളതാണ്. വായിൽ നിറഞ്ഞു നിൽക്കുന്ന ഉമിനീര് ഇറക്കാൻ പറ്റുന്നില്ല, ഒരു ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്നില്ല, ഒരു നെർവ് സ്റ്റക്കായതാണ്. എന്നിട്ട് ഭാര്യ ഒരു ടവലെടുത്തിട്ട് 2 ഭാഗത്തും തുടച്ചു കൊടുക്കാൻ. നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ എന്ന് വെറുതെ നമ്മൾ രാവിലെ പറയുന്നത്. ഇതൊക്കെ തന്നതാരാ? ഇതൊക്കെ തന്ന പടച്ചോ. ഇതൊക്കെ എന്തിനാ നമുക്ക് പടച്ചോൻ തന്നത്? അവന് ശുക്ർ ചെയ്ത് ജീവിക്കാനാണ്, അവന് നന്ദി ചെയ്ത് ജീവിക്കാനാണ്, ആഖിറത്തിന് വേണ്ടി ജീവിക്കാനാണ്. പക്ഷേ ഇതൊക്കെ തന്നാൽ ഇതൊക്കെ മനുഷ്യന്മാരങ്ങോട്ട് മറക്കും, എല്ലാം മറക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്,
ഞങ്ങളെ തിരൂരിലൊരു സഹോദരൻ, എൻ്റെ പെങ്ങൾ ക്യാൻസർ വന്നിട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീമോൻ്റെ സൈഡ് എഫക്റ്റായിട്ട് അന്നനാളം ചുരുങ്ങിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം വയറിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1.5 മണിക്കൂർ ടൈമാണ് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം വയറ്റിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ. നമുക്കാർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. മനോഹരമായ ജീവിതം നൽകി, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നൽകി. ഇതൊക്കെ പടച്ചോൻ തന്നത് പടച്ചോനെ ശുക്ർ ചെയ്ത് ജീവിക്കാനാണ്. എന്നാലും ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. മരിക്കുന്ന സമയത്ത് റൂഹങ്ങട് പിടിക്കുന്ന സമയത്ത് നമ്മൾ പടച്ചോനോട് പറയും, പടച്ചോൻ ഇനി ഞാൻ നല്ലത് ചെയ്യാം. അല്ല അവിടുന്ന് പറയും, എന്താ പറയാന്നറിയോ? ഇല്ല, ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡെങ്കിലും നീട്ടിത്തരുമോ എന്ന് പടച്ച റബ്ബിനോട് കരഞ്ഞ് കേണ് പറയുമ്പോൾ അല്ല പറയും, ലാ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖദിമൂൻ. ഒരു നായിക നേരം, ഒരു സെക്കൻഡ് അതുപോലും നിങ്ങൾക്ക് തിരിച്ചു തരൂല. എന്നിട്ട് അവർ പറയണ എന്താ അറിയോ? എന്താ കിട്ടിയാൽ എന്താ ചെയ്യുക? മരിക്കുന്ന സമയത്ത് കുറച്ച് സമയം കൊടുത്തു, കിട്ടിയാൽ എന്താ ചെയ്യുക? അവർ പറയുന്ന വാചകം എന്താ അറിയോ? ലഅല്ലി അഅമലു സ്വാലിഹ, ഞാൻ നല്ലത് ചെയ്യാം, ഞാൻ ചെയ്യാത്ത നന്മകളൊക്കെ ഇനി ചെയ്യാം, ഞാൻ നിസ്കരിക്കാം, നോമ്പെടുക്കാം, ഖുർആൻ ഓതാം, ദിക്റുകൾ ചൊല്ലാം, നല്ല ഭർത്താവാകാം, നല്ല ഭാര്യയാകാം, നല്ല മകനാകാം, നല്ല മാതാപിതാക്കളാകാം, നല്ല അയൽവാസിയാകാം, നല്ല അയൽവാസിനിയാകാം, നല്ല പ്രബോധകനാകാം, നല്ല മനുഷ്യനാകാം, എല്ലാവർക്കും നന്മ ചെയ്യുന്നവനാകാം എന്ന് മരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന, പിന്നെ ആവശ്യമില്ല. അല്ല പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊക്കെ വെറും വർത്തമാനമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഇനി വരാനുള്ളത് മരണത്തിന് ശേഷം ഒരു ബർസഖിയായ ജീവിതമാണെന്ന് അവനോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആനാണ്.